നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 1% ഗെയിനാണ് ഉണ്ടായത്. 24,876 ക്ലോസ് ചെയ്തത്. 245 പോയിന്റ് പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ സെൻസെക്സ് 81,273 676 പോയിന്റിന്റെ ഗെയിൻ ഉണ്ടായി. 0.84% ആണ് അപ്പായിരുന്നത്. നിഫ്റ്റി ഒരവസരത്തിൽ 25,000 ക്രോസ് ചെയ്തിരുന്നു. പക്ഷേ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വന്ന് താഴെയാണ് ക്ലോസ് ചെയ്തത്. അതിനകത്ത് IT, മീഡിയ, പവർ സെക്ടറാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. ബാക്കി എല്ലാ സെക്ടറും പോസിറ്റീവ് ആയിരുന്നു. ഓട്ടോ 4%, അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസ് 3%, റിയാലിറ്റി 2%, മെറ്റൽ, FMCG, ടെലികോം, പ്രൈവറ്റ് ബാങ്ക് എല്ലാം 1 to 2% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. BSE മിഡ് ക്യാപ്പ് 1%, സ്മോൾ ക്യാപ്പ് 1.4% അപ്പായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് PM-ന്റെ ഒരു സ്പീച്ചിൽ GST റിഫോം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അനൗൺസ്മെന്റ് നടത്തുകയുണ്ടായി. അതായത് GSTയുടെ 4 സ്ലാബ് വീണ്ടും 2 സ്ലാബിലേക്ക് കുറയ്ക്കുകയാണ്. അപ്പോൾ 28% ഉണ്ടായിരുന്നത് വീണ്ടും 18%, അതുപോലെ 12% ഉണ്ടായിരുന്ന 5%ഒക്കെ കുറയുന്നു. ഇത് കുറയുന്നത് കൺസംഷൻ കൂട്ടാൻ ഇതൊരു കാരണമാകും. അതുപോലെ തന്നെ സാധനങ്ങളുടെ ഒരുപക്ഷെ വില കുറയുന്നതിന് ഇത് ഇടയാക്കും. ഇപ്പം ഇത്തരത്തിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു റിഫോംസ് ഇതൊരു പക്ഷേ ട്രംപിന്റെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഇങ്ങനെ നടപ്പാക്കിയാൽ തന്നെ ഗവൺമെന്റിന് ഈ 50,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകും. പക്ഷേ കൺസംഷൻ കൂടുമ്പോൾ ഇത് ബാലൻസ്ഡ് ആകും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഇത് വളരെ നല്ലൊരു തീരുമാനമാണ്. മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, സ്റ്റാൻഡേർഡ് ആൻഡ് പൂവർ നമ്മളെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ മാർക്കറ്റിനെയും അതുപോലെ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ, ഏതാണ്ട് 10ഓളം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, അങ്ങനെ NBFC സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 10ഓളം സ്ഥാപനങ്ങളെയാണ് അപ്ഗ്രേഡ് ചെയ്തേക്കുന്നത്. മറ്റൊന്ന്, റഷ്യ ഉക്രൈൻ വാർ കഴിഞ്ഞ ആഴ്ച ട്രംപുമായിട്ടുള്ള ചർച്ചയുണ്ടായിരുന്നു. ട്രംപും പുടിനും തമ്മിലുള്ള ചർച്ചയുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇത് ഒത്തുതീർക്കാൻ വേണ്ടിയിട്ട് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആയിട്ട് ഒരു ചർച്ച നാളെ നടക്കുന്നുണ്ട്. ഇതൊരു ശുഭപ്രതീക്ഷ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവാണ്. താരിഫിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇളവ് കിട്ടിയാൽ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആവുകയുള്ളൂ. അത്തരത്തിൽ ട്രംപ് ഇനി മറ്റൊരു താരിഫ് ഇന്ത്യക്ക് ചുമത്തില്ല, ഏതാണ്ട് 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഇതൊരു തീരുമാനം എടുക്കും എന്നൊരു തരത്തിലുള്ള ഒരു അനൗൺസ്മെന്റ് വന്നു. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഇത്രയും പോസിറ്റീവായിട്ടുള്ള കാരണങ്ങളാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും തിരിച്ചു കയറ്റത്തിന് ഒരു ഇടയാക്കിയത്. 25,000 മുകളിൽ ഹോൾഡ് ചെയ്താൽ ഒരുപക്ഷെ 25,400 ലെവലിലേക്കുള്ളൊരു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഷോർട്ട് കവറിങ്ങിനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് 92% ഷോർട്ട് പൊസിഷനാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇത് ഉൾപ്പെടെ ഒരു കവറിംഗ് കൂടെ വന്ന ഒരുപക്ഷെ മാർക്കറ്റ് കയറാനുള്ളൊരു സാധ്യതയുണ്ട്. US മാർക്കറ്റ് ഇപ്പോൾ, അത് US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ നെഗറ്റീവിലാണ് ട്രേഡ് നടക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് മിക്സറാണ്. അതുപോലെ യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ